بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد سورة النمل 87-88 രണ്ട് വചനങ്ങൾ. പേജ് നമ്പർ 384. അതിലെ അവസാനത്തെ രണ്ടായത്തുകൾ, ഈ പേജിലെ അവസാനത്തുള്ള രണ്ട് വചനങ്ങൾ. ഇതാണ് ഇന്ന് പുതിയതായി നാം പാരായണം ചെയ്യുന്ന പാഠഭാഗം. ഇൻഷാ അല്ലാഹ് ഈ ആയത്തുകൾ ഓതുകയും അതിനുശേഷം അതിൻ്റെ അർത്ഥവും അത്യാവശ്യമായ വിശദീകരണവും നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അതിനു മുമ്പ് ഈ ആയത്തുകളിലുള്ള തജ്വീദ് നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. وَيَوْمَ يُنْفَخُ فِي الصُّورِ يُنْفَخُ ഈ പദം പ്രത്യേകം ശ്രദ്ധിക്കുക. സാക്കിനത്തായ നൂനിന് ഇഖ്ഫാ ഹഖീഖി നൽകി ഫായിന് മുമ്പിൽ വന്നതുകൊണ്ട് അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. യുൻഫഖു യൂഫഖു എന്ന് ചിലർ തെറ്റായി പറയും. ശ്രദ്ധിക്കേണ്ട കാര്യം, യു എന്ന് പറയുമ്പോൾ മാത്രമാണ് ചുണ്ട് വൃത്താകൃതിയിലായിരിക്കും യു. പിന്നീട് നൂനിൻ്റെ ഉച്ചാരണത്തിലേക്ക് തിരിച്ചു പോവുക. യുൻഫഖു, പിന്നീട് ഫാഇൻ്റെ മഖ്റജ്, താഴെ ചുണ്ടിൻ്റെ മധ്യവും മേലെ പല്ലും. അല്ലാതെ യൂഫഖു പറയരുത്. അതായത് നൂനും ഫാവും ഒക്കെ ഉച്ചരിക്കുന്നത് ചുണ്ട് ഇങ്ങനെ റൗണ്ടാക്കി വെച്ചുകൊണ്ട്, അത് തെറ്റാണ്. അങ്ങനെ പറയരുത്. യുൻഫഖു എന്ന് മാത്രമല്ല, ഈ ഇഖ്ഫാ മുറഖഖാണ്. മണിക്കലിൽ തർക്കീഖ് വേണം, നേർപ്പിച്ചുകൊണ്ടുള്ള മണിക്കൽ. യുൻഫഖു ഫി സ്സൂരി, അസ്സൂർ എന്ന് പറയുമ്പോൾ സ്വാദിന് തഫ്ഖീമാണ്, ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. യുൻഫഖുവിൽ ഖാഇന് തഫ്ഖീമാണ്, അതുപോലെ സ്വാദും. ഇതൊക്കെ ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളാണ്. ഇവയ്ക്ക് തഫ്ഖീം കൊടുക്കുക. മൂന്നാമത്തെ ലെവലിലുള്ള തഫ്ഖീം തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഫിസ്സൂരി ഫഫസിഅ ഫഫസിഅ മൻ ഫിസ്സമാവാത്ത്, അവിടെയും നൂനെ മണിച്ചുകൊണ്ട് ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുച്ചരിക്കുക. മൻ ഫിസ്സമാവാതി അസ്സമാവാതി والأرض إلا من شاء والأرض ضاد ومن في الأرض يعني من في السماوات ومن في الأرض. വീണ്ടും സാക്കിൻ താനൂനെ ഇഖ്ഫാ ചെയ്ത് മണിക്കുക, മറച്ച് മണിച്ചുച്ചരിക്കുക. അൽ അർദ് എന്ന് പറയുമ്പോൾ റായിന് തഫ്ഖീമുണ്ട്, ضادനും തഫ്ഖീം. ضادന് കസ്റായതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ തഫ്ഖീം. ومن في الأرض إلا من شاء الله. من എന്ന് വീണ്ടും സാക്കിൻ താനൂനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കുന്നു. മൻ ഷാ എന്ന് ഷീനിലേക്ക് കൊണ്ടുപോവുക. നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിച്ച് മണിക്കുക. മൻ ഷാ, മണിക്കലിൽ തർക്കീഖാണ്, ഷീന് ഇസ്തിഫാലിൻ്റെ ഹർഫാണ് എന്നതുകൊണ്ട്. ഷാ, ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബാണ്, നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കുക. ശേഷം ഹംസ അതേ പദത്തിൽ തന്നെ വന്നു എന്നതാണ് കാരണം. ഇല്ലാ മൻ ഷാ അല്ലാഹ്, അല്ലാഹ് എന്നതിലെ ലാമിന് തഫ്ഖീമാണ്. ഇസ്മുൽ ജലാലയിലുള്ള ലാമിനെ തടിപ്പിച്ച് ഉച്ചരിക്കണം, തഫ്ഖീം ചെയ്ത് ഹെവിയാക്കി അല്ലാഹ് എന്ന് പറയുക. ആ ദീർഘത്തിലും ആ തഫ്ഖീം നിലനിർത്തുക. അവിടെ വഖഫിന് വേണ്ടി ആരിദായ സുക്കൂൻ ഉണ്ടാകുന്നു. അല്ലാഹു എന്ന ഹായിൻ്റെ ദമ്മ് മാറി സുക്കൂനാകുന്നു അല്ലാഹ്. അതുകൊണ്ട് തന്നെ മദ് ആരിദുൽ സുക്കൂൻ എന്ന ദീർഘം അതിന് നൽകാം. അത് 6 ഹറക്കത്തിൻ്റെ അളവ് വരെ പോകാവുന്നതാണ്. എന്നാൽ 4 ഹറക്കത്തിൻ്റെ അളവിൽ തവസ്സുത്ത് അഥവാ മിതത്വം സ്വീകരിക്കലാണ്
ഉത്തമമായി പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇല്ലാ മൻ ശാ അല്ലാഹ് വകുല്ലുൻ അതൗഹു ദാഖിരീൻ. വകുല്ലുൻ അതൗഹു തൻവീനിന് ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ശേഷം ഹംസ വന്നിട്ടുണ്ട്. വകുല്ലുൻ അതൗഹു ദാഖിരീൻ. ഈ പദത്തിൽ ഖായിന് കസ്റാണ്. ഇസ്തിഅലാഇന്റെ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഖാ. കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. ദാഖിരീൻ. വതറൽ ജിബാല. റായിനെ തടിപ്പിച്ച് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. വതറൽ ജിബാല. തഹ്സബുഹാ ജാമിദ. تحسبها جامدة وهي تمر. ഹാഇൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കാത്തുണ്ട്. ഇടമധ്യമാണല്ലോ ഹാഇൻ്റെ മഖ്റജ്. എല്ലാ ഹർഫും അതിൻ്റെ കൃത്യമായ മഖ്റജിൽ നിന്ന് വ്യക്തമായി ഉച്ചരിക്കണം. തഹ്സബുഹാ ജാമിദതൻ വഹിയ തമുറു മർറ സഹാബ്. ജാമിദതൻ എന്നതിലെ തൻവീനിന് ശേഷം വാവ് വന്നതുകൊണ്ട് ഇദ്ഗാം ബിഗുന്ന നാഖിസ് ചെയ്ത് വാവിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ജാമിദതൻ വഹിയ തമുറു മർറ സഹാബ്. തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട റാ തമുറു മർറ. ഈ റാകളെ തടിപ്പിച്ച് ഉച്ചരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ഷദ്ദുള്ള റാ ആയതുകൊണ്ട് അതിൽ തക്രീർ വരാതെ കൂടുതൽ റാ ഉച്ചരിച്ച് ഒരു വിറപ്പിക്കൽ തമുറു മർറ എന്ന് പറയുന്നത് സൂക്ഷിക്കേണ്ടതാണ്. അങ്ങനെയായി പോവരുത്. തമുറു മർറ സഹാബ്. അസ്സഹാബ് എന്ന് പറയുമ്പോൾ അന്ത്യത്തിൽ ബായിന് സുക്കൂൻ നൽകി വഖഫ് ചെയ്യുന്നു. ഇവിടെ ഖൽഖല കുബ്ര നൽകി വളരെ നല്ലപോലെ ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കി കേൾപ്പിച്ചുകൊണ്ട് വഖഫ് ചെയ്യണം. സുക്കൂനാണ്. ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് അസ്സഹാബ് ബ് എന്ന് വ്യക്തമായി കേൾപ്പിക്കണം. സുൻഅല്ലാഹ്. ഇവിടെ സ്വാദിന് തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാഇന്റെ ഹർഫാണ്. മൂന്നാമത്തെ ലെവലിലുള്ള തഫ്ഖീം തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുക. സ്വാദിനെ സു എന്ന് അതിൻ്റെ മഖ്റജിൽ നിന്ന് തഫ്ഖീമോടുകൂടി സ്വാദ് ഉച്ചരിക്കുക. സുൻഅ. ഈ പദത്തിൽ സാക്കിനത്തായ നൂനും ശേഷം ഐനും ഉണ്ട്. ഇൽഹാർ ഹൽക്കി നൽകി നൂനിനെ വെളിവാക്കേണ്ടതാണ്. സുൻഅ. സുൻഅല്ലാഹില്ലദീ അത്ഖന കുല്ല ശൈ. സുൻഅല്ലാഹി. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല നേരത്തെ സൂചിപ്പിച്ച പോലെ തഫ്ഖീം ചെയ്ത് ലാമിനെ തടിപ്പിച്ച് ഉച്ചരിക്കണം. സുൻഅല്ലാഹി. അല്ലദീ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ യാഇനെ ദീർഘിപ്പിക്കേണ്ടതാണ്. അല്ലദീ അത്ഖന. അത്ഖന താഇൻ്റെ സുക്കൂൻ ഹംസ് ചെയ്തുകൊണ്ട് വ്യക്തമാക്കി ഉച്ചരിക്കണം. അതായത് അത്ഖന എന്ന് തായിന് ഖൽഖല നൽകി ചലിപ്പിക്കരുത്. അത് അത് എന്ന് ഉച്ചരിക്കുക. എന്നാൽ തീരെ കേൾക്കാത്ത വിധത്തിൽ അത്ഖന എന്ന് പറഞ്ഞാലും ശരിയാവുകയില്ല. അത് അത്ഖന. അത്ഖന. ഈ പദത്തിൽ ഖാഫ് വന്നിട്ടുണ്ട്. ഇസ്തിഅലാഇന്റെ ഹർഫാണ്. തടിപ്പിച്ച് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം ഖാഫിന്. അത്ഖന കുല്ല ശൈ. നേരത്തെ സൂചിപ്പിച്ച പോലെ വഖഫിന് വേണ്ടി ആരിദായ ദീർഘം തവസ്സുത്ത് നൽകലാണ് ഉത്തമം. 4 ഹറക്കത്തിൻ്റെ അളവിൽ കുല്ല ശൈ എന്ന് വഖഫ് ചെയ്യുക. ഇന്നഹു ഖബീറുൻ ബിമാ. ഇന്നഹു നൂൻ മുശദ്ദദയെ മണിക്കണം. ഹ ളമീറിനെ 2 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. മദ്ദുസ്സിലത്ത് സൂറ. ഖബീറുൻ ഖാഇന് തഫ്ഖീം കൊടുക്കുക. തടിപ്പിച്ച് ഇസ്തിഅലാഇന്റെ ഹർഫായ ഖാഇനെ സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ഖബീറുൻ. റാഇന് തഫ്ഖീമാണ്. റാഇന്റെ തൻവീൻ ഇഖ്ലാബ് ചെയ്ത് മീമാക്കി മാറ്റി മണിക്കണം. ശേഷം ബാ വന്നതുകൊണ്ട് ഖബീറുൻ ബിമാ തഫ്അലൂൻ.
ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. ويوم ينفخ في الصور ففزع من في السماوات ومن في الأرض إلا من شاء الله وكل أتوه داخرين. وترى الجبال تحسبها جامدة وهي تمر مر السحاب صنع الله الذي أتقن كل شيء إنه خبير بما تفعلون. സൂറത്ത് നംലിലെ 87-88 ആയത്തുകളാണ് നാം ഓതിയത്. കഴിഞ്ഞ വചനങ്ങൾ നാം വ്യക്തമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞതാണ്. അലാമത്തുസ്സാഅ, അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ വലിയ അടയാളങ്ങൾ സംഭവിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. അതിനു മുമ്പേ ചെറിയ ചെറിയ അടയാളങ്ങളും വരാനുള്ളതാണ്, സംഭവിക്കുന്നതാണ്. അതും വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ വളരെ സുപ്രധാനമായ ഒരു സംഭവമാണ് 87-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ ധരിപ്പിക്കുന്നത്. വയൗമ യുൻഫഖു ഫിസ്സൂർ, സൂറിൽ ഊതപ്പെടുന്നതായ ദിവസം. സൂർ എന്നാൽ കാഹളം, കർണ്, ഒരു കൊമ്പ് എന്നൊക്കെ അതിന് വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ നൽകിയ മറുപടി പ്രത്യേകതരം കർണാകുന്നു. അതൊരു മലയാളത്തിൽ അതിന് കാഹളം എന്ന് അർത്ഥം പറയുന്നു. അതിന് ഏൽപ്പിക്കപ്പെട്ട മലക്കായ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാഹളത്തിൽ സൂറിൽ ഊതുന്നതാണ്. യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅ്തൂന അഫ്വാജ എന്നൊക്കെ സൂറത്തുൻ നബയിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് കാഹളത്തിൽ ഊതപ്പെടുന്ന സംഭവത്തെക്കുറിച്ചാണ്. ഫഫസിഅ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്, ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരുമെല്ലാം ഭയവിഹ്വലരാകുന്നതാണ്, അന്ധാളിച്ചു നിൽക്കുന്നതാണ്, ഭയപ്പാടോടുകൂടി. ഫസ എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ഫസിഅ യഫ്സഅ. അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതേപോലെ സൂറത്തു സുമർ 68-ാമത്തെ വചനത്തിൽ നാം മനസ്സിലാക്കിയ കാര്യമാണ്. വനുഫിഖ ഫിസ്സൂരി ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദി ഇല്ലാ മൻ ശാഅ അല്ലാഹ് ثم نفخ فيه أخرى فإذا هم قيام ينظرون. അവിടെ രണ്ട് നഫ്ഖുകളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്, രണ്ട് ഊത്തുകളെ കുറിച്ച്. ഇവിടെയും അള്ളാഹു ഒരു ഊത്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ ആകെ 3 നഫ്ഖുകളുണ്ട്, അല്ലെങ്കിൽ 3 നഫ്ഖത്തുകൾ, 3 ഊത്തുകൾ സംഭവിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ നഫ്ഖിനെ കുറിച്ചാണ്, ഊത്തിനെ കുറിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അവൻ നഫ്ഖത്തുൽ ഊല, അത് സംഭവിക്കുകയും അപ്പോൾ എല്ലാവരും ഭയപ്പെട്ട് അന്ധാളിപ്പോടുകൂടി നിൽക്കുകയും ചെയ്യുന്നതാണ്.
ഇല്ല മൻ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ എന്ന് പറയുന്നുണ്ട്. ഇതിന് മഹാന്മാരായ മുഫസ്സിറുകളൊക്കെ നൽകിയ മറുപടി, തഫ്സീർ, വിശദീകരണം, മുൻകഴിഞ്ഞു പോയ നല്ലവരായ സച്ചരിതരായ ശുഹദാക്കളും സാലിഹ്യങ്ങളും ഒക്കെ ആയിട്ടുള്ള പ്രവാചകന്മാരുമൊക്കെ മരണപ്പെട്ടു പോയവരെയാണ് ഉദ്ദേശിച്ചത്. അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ ആ ഫസഇൽ നിന്ന് രക്ഷപ്പെടുന്നവരായിരിക്കും, ആ ഭയപ്പാടിൽ നിന്ന് രക്ഷപ്പെടുന്നവരായിരിക്കും. അത് മുൻകഴിഞ്ഞു പോയ മരണപ്പെട്ടവരാണ് എന്നതാണ് അതിന് സ്വീകാര്യമായ തഫ്സീറായി നൽകപ്പെട്ടത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ ഊത്ത് ഒരു ഒന്നാമത്തെ ഊത്താണ്. എന്നാൽ വീണ്ടും രണ്ടാമത്തെ ഊത്തിനെ കുറിച്ചാണ് 68-ാമത്തെ വചനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് സൂറത്തു സുമർ 68-ൽ വനുഫിഖ ഫിസ്സൂരി ഫസഅഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്, ആ സൂറിൽ ഊതപ്പെടുകയും ഭൂമിയിലുള്ള, ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാവരും നശിച്ച് പോവുകയും ചെയ്യും. സായിഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൗത്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, മരണമടയുകയും ചെയ്യും എന്ന് സൂചിപ്പിക്കുന്നു. സുമ്മ നുഫിഖ ഫീഹി ഉഖ്റ, വീണ്ടും ബഅസിന്റെ ഊത്ത്. സലാസു നഫ്ഖാത്ത്, ഒന്ന് നഫ്ഖത്തുൽ ഫസഅ, അതാണ് ഈ വചനത്തിൽ നാം പഠിക്കുന്നത്, ഭയപ്പാട് എൻ്റെ ഒന്നാമത്തെ ഊത്ത്. രണ്ടാമത്തേത് നഫ്ഖത്തുസ് സഅഖ്, മരണത്തിൻ്റെ, എല്ലാവരെയും നശിപ്പിക്കുന്ന, മരിപ്പിക്കുന്നതായ ആ രണ്ടാമത്തെ ഊത്ത്. മൂന്നാമത്തെ ഊത്താണ് സുമ്മ നുഫിഖ ഫീഹി ഉഖ്റ ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ, വീണ്ടും ഊതുകയും ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ, അപ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് വരികയും ചെയ്യുന്നതാണ് എന്ന് പറയുകയാണ്. അത് ബഅസാണ്, പുനരുത്ഥാനത്തിന് വേണ്ടിയുള്ള ഊത്ത്. അപ്പോൾ എല്ലാ അർവാഹകളും അജ്സാദുകളിലേക്ക് മടങ്ങിപ്പോവുകയും മുഅ്മിനീങ്ങളുടെയും കാഫിരീങ്ങളുടെയും ഒക്കെ ആത്മാവുകൾ അവരുടെ ജസദുകളെ, ബോഡികളെ, അവരുടെ ശരീരങ്ങളെ ലക്ഷ്യം വെച്ച് പോവുകയും അങ്ങനെ അതിൽ പ്രാപിക്കുകയും വീണ്ടും അവർ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എഴുന്നേറ്റ് വരികയും ചെയ്യുന്നതാണ് എന്ന് അള്ളാഹു പറയുകയാണ്. സുമ്മ ഇദാ ദഅാകും ദഅവതൻ മിനൽ അർദ് ഇദാ അൻതും തഖ്റുജൂൻ, സൂറത്തുർ റൂം 25-ൽ അള്ളാഹു പറയുകയാണ്, അപ്പോൾ അവൻ നിങ്ങളെ ഒരു വിളി വിളിക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് നിങ്ങളതാ പുറത്തു വരുന്നതായിരിക്കും. സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു പറയുന്നു, യൗമ യദ്ഉൂകും ഫതസ്തജീബൂന ബിഹംദി, അവൻ നിങ്ങളെ വിളിക്കുന്നതായ ആ ദിവസത്തിൽ നിങ്ങൾ അവന് ഉത്തരം ചെയ്യുന്നതായിരിക്കും, അവനെ സ്തുതിച്ചുകൊണ്ട്. സൂറത്ത് മആരിജ് നാം മനസ്സിലാക്കി കഴിഞ്ഞതാണ്. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅൻ കഅന്നഹും ഇലാ നുസുബിൻ യുഫിദൂൻ, ഒരു പ്രത്യേകമായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാവരും തങ്ങളുടെ ശരീരത്തിൽ പ്രാപിച്ച്, എല്ലാ ആത്മാവുകളും ആ ശരീരവുമായി, അല്ലെങ്കിൽ ആ ശരീരം ആയിക്കൊണ്ട് നിങ്ങൾ അല്ലെങ്കിൽ അവർ അവനിലേക്ക് പുറപ്പെട്ടു പോകുന്നതായിരിക്കും, അങ്ങനെയുള്ള ഒരു ദിവസം. അപ്പോൾ ഇവിടെ വയൗമ യുൻഫഖു ഫിസ്സൂർ, ഇവിടെ വയൗമ എന്ന് ഫത്ഹ നൽകിക്കൊണ്ട്, നസ്ബ് നൽകിക്കൊണ്ട് അള്ളാഹു പറയാൻ കാരണം എന്താണ്? ഉദ്കുറു എന്ന അതിലുള്ള ഒരു സങ്കല്പമുണ്ട് എന്നതാണ്. വയൗമ യുൻഫഖു എന്ന് പറഞ്ഞാൽ വദ്കുറു യൗമ യുൻഫഖു ഫിസ്സൂർ, അത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് വയൗമു എന്ന് ദമ്മ പറഞ്ഞില്ല? ഒരു പദം, ഒരു ജുംല ആരംഭിക്കുകയല്ലേ, മുബ്തദയിന് റഫഅല്ലേ വേണ്ടത്, ദമ്മല്ലേ വേണ്ടത് എന്ന് ചോദിക്കരുത്. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് പറയുന്നത്. വയൗമ എന്ന് പറഞ്ഞാൽ വദ്കുറു യൗമ, ഈ ദിവസത്തെ നിങ്ങൾ ഓർക്കുക. യുൻഫഖു ഫിസ്സൂരി, കാഹളത്തിലൂടെ ഊതപ്പെടുന്നതായ ദിവസം. ഫഫസിഅ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്, അപ്പോൾ എല്ലാവരും, ഭൂമിയിലുള്ളവരും ആകാശത്തിലുള്ളവരുമായ എല്ലാവരും തന്നെ അന്ധാളിച്ച് ഭയപ്പെട്ട് കഴിയുന്നതാണ്. ഇല്ലാ മൻ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചവർ. വകുല്ലുൻ അതൗഹു ദാഖിരീൻ, എല്ലാവരും അവനിലേക്ക് വരുന്നതാണ്. ദാഖിരീന, സാഗിരീന, മുതിഈന, ദലീലീന എന്നൊക്കെയാണ് അർത്ഥം കൽപ്പിക്കപ്പെട്ടത്. ദാഖിരീൻ എന്ന് പറഞ്ഞാൽ വിനീതരായി, വിനയാന്വിതരായി, നിന്ദ്യരായി, ഒരാളും തന്നെ ഒരെതിർപ്പോ ധിക്കാരമോ അള്ളാഹുവിനെതിരെ ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നുമില്ലാതെ
എല്ലാം പൂർണ്ണമായും അവന് കീഴൊതുങ്ങിയവരായി വിനീതരായി വരുന്നതാണ് ദാഖിരീൻ. വതറൽ ജിബാല, താങ്കൾക്ക് പർവ്വതങ്ങളെ കണ്ടെത്താൻ സാധിക്കും. ഇതും അന്ത്യനാളിൻ്റെ ഒരടയാളമായിട്ട് അള്ളാഹു വേറെ പറയുകയാണ്. വതറൽ ജിബാല തഹ്സബുഹാ ജാമിദ, പർവ്വതങ്ങളെ താങ്കൾ കണ്ടെത്തുന്നതാണ്. തഹ്സബുഹ, താങ്കൾ വിചാരിക്കും, ജാമിദത്തൻ, അവ ഉറച്ചതായി, അനങ്ങാതെ നിശ്ചലമായി ഉറച്ചതായി നിൽക്കുന്നതായിട്ട് താങ്കൾ വിചാരിക്കുന്നതാണ്. വഹിയ, അതാകട്ടെ, തമുറു മറ സഹാബ്, സഹാബ് എന്ന് പറഞ്ഞാൽ കാർമേഘം, കാർമേഘം സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിക്കുന്നതാണ്. സുന്ന അല്ലാഹില്ലദി അത്ഖന കുല്ല ഷൈ, എല്ലാം വളരെ കൃത്യമായി കണിശമായി സൃഷ്ടിച്ചവനായ അവൻ്റെ അള്ളാഹുവിൻ്റെ ചെയ്തിയാണത്, അവൻ്റെ പ്രവൃത്തിയാണത്. ഇന്നഹു, നിശ്ചയമായും അവൻ, ഖബീറുൻ, സൂക്ഷ്മമായി അറിയുന്നവനാണ്, ബിമാ തഫ്അലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച്. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു സൂചിപ്പിച്ചത് പർവ്വതങ്ങളുടെ അവസ്ഥയാണ്. ഇതിന് ഒരു വ്യാഖ്യാനം, ഭൂമിയുടെ സഞ്ചാരത്തിൻ്റെ കൂടെയുള്ള സാധാരണ ജീവിതത്തിലുള്ള പർവ്വതവും സഞ്ചരിക്കുന്നതാണ്. അത് നമുക്ക് നോക്കുമ്പോൾ അത് ഉറച്ചു നിൽക്കുന്നതായിട്ട് തോന്നുമെങ്കിലും അതും ഭൂമി കറങ്ങുമ്പോൾ അതും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു വ്യാഖ്യാനം വന്നിട്ടുണ്ട്. പക്ഷേ മറ്റ് വചനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴും ഈ ആയത്ത് ഇറങ്ങുമ്പോഴുള്ള ആളുകളുടെ അറിവ് പരിഗണിച്ച് നോക്കുമ്പോഴുമൊക്കെയും ഇത് അന്ത്യനാളിൻ്റെ അടയാളമായ, എല്ലാം നശിച്ച് നാമാവശേഷമായി പോകുന്ന സംഭവത്തെ സൂചിപ്പിക്കുകയാണ്. കാരണം അള്ളാഹു പറഞ്ഞത് എന്താണ്? വയസ്അലൂനക അനിൽ ജിബാൽ ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫാ. താങ്കളോട് അവർ പർവ്വതങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു, പറയുക, അള്ളാഹു അതിനെല്ലാം പൊടിച്ച് കളയുന്നതാണ്, എല്ലാം പൊടിച്ച്, എല്ലാം നശിപ്പിച്ച് തീർക്കുന്നതാണ്, അതിനെ പൊടിപടലങ്ങളാക്കി. ഫയൻസിഫുഹാ റബ്ബി നസ്ഫ ഫയദറുഹാ ഖാഅൻ സഫ്സഫ ലാ തറാ ഫീഹാ ഇവജൻ വലാ അംത. ഇതൊക്കെ സൂറത്ത് താഹയിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ വയൗമ നുസയ്യിറുൽ ജിബാല വതറൽ അർദ, വയൗമ നുസയ്യിറുൽ ജിബാല, പർവ്വതങ്ങളെ നാം സഞ്ചരിപ്പിക്കുന്നതായ ദിവസം. വതസീറുൽ ജിബാലു സൈറാ, സൂറത്ത് തൂറിൽ പറയും, പർവ്വതങ്ങൾ സഞ്ചരിച്ചു നശിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലേ? ഇന്ന സൽസലത സ്സാഅതി ശൈഉൻ അദീം, സൂറത്തുൽ ഹജ്ജിൻ്റെ തുടക്കം തന്നെ. നിശ്ചയമായും അന്ത്യനാളിൻ്റെ ആ പ്രകമ്പനം അത് ഗംഭീരമായ, കഠിനമായ, ഭയാനകമായ സംഭവം തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ നിലക്ക് ഭൂകമ്പം സംഭവിക്കുകയും കിടുകിട വിറപ്പിക്കപ്പെടുകയും എല്ലാം നശിച്ച് തവിടുപൊടിയായി സമനിരപ്പായിക്കൊണ്ട് ആ പ്രതലം ഒരേ അവസ്ഥയിൽ ആയിത്തീരുകയും പർവ്വതങ്ങളൊക്കെ നിലംപതിക്കുകയും ചെയ്യുന്നതായ സംഭവത്തെക്കുറിച്ചാണ് അള്ളാഹു പല വചനങ്ങളിലൂടെയായി നമ്മളെ പഠിപ്പിക്കുന്നത്. അതിലേക്കുള്ള ഒരു സൂചന തന്നെയാണ് ഈ വചനവും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബാറക്കല്ലാഹു ഫീക്കും വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.